ഇതില് പോരാൻ പറഞ്ഞത് ഇതില് പറ്റില്ല. വണ്ടിയും കൊണ്ടല്ലേ? ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ നിങ്ങൾ ഡേ ഇൻ മൈ ലൈഫൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഇത് സ്പെഷ്യലാട്ടോ. കാരണം രാത്രി എന്ന് പറഞ്ഞാൽ 12 മണി, അതായത് 12 AM ടു 12 AM വരെയുള്ള, അതായത് 24 hours ഒരു വ്ളോഗാണ് ഇത്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ ആ ഒരു മൊത്തം ഡേ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് കാരണമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇന്നേ ഇക്കാൻ്റെ അനിയൻ വരാൻ കേട്ടോ, അതായത് ഇർഷാദ്. താത്താനെ കൊണ്ടുവരാൻ പോയപ്പോൾ ഞാൻ ആ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് വീണ്ടും വൈകാതെ എയർപോർട്ടിൽ വരണമെന്നും ഇക്കാൻ്റെ അനിയൻ അതായത് ഇർഷാദ് വരുന്നുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. ഇന്നാണ് ഇർഷാദ് വരുന്നത്. ഇർഷാദ് വരുന്നത് എപ്പോഴാണ് അറിയോ? 2 മണിക്കാണ്. അതായത് നേരം വെളുക്കാൻ സമയമാവുന്ന 2 മണിയില്ലേ, ആ സമയത്താണ് വരുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് 12 മണി ഏകദേശം ആ ഒരു സമയത്താണ്. അതാണ് ഞാൻ പറഞ്ഞത് 12 മണി മുതലുള്ള ആ ഒരു വീഡിയോ ഞാനിതിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. താത്ത വന്നപ്പോൾ നമ്മളെടുത്ത ഷോർട്സ് പോലെ തന്നെ നമ്മൾ ഇന്നും എടുക്കാൻ നോക്കിയെങ്കിലും കുട്ടിയൊക്കെ നല്ല ഉറക്കം, അതായത് കുട്ടികളൊക്കെ നല്ല ഉറക്കമായി. എല്ലാവരും ആ ഒരു ഉറക്ക ക്ഷീണത്തിലായതുകൊണ്ട് തന്നെ നമ്മൾ ഷോർട്സ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ അതുമല്ല, നമ്മളവിടെ എത്തലും അവന് പുറത്തേക്ക് വരലും നമ്മൾ വീട്ടിലേക്ക് പോരലും ഒരുമിച്ചായിരുന്നു. പോരുന്ന വഴിയിൽ ചായയൊക്കെ അവർ കുടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വയറിന് അസ്വസ്ഥത വരുമെന്ന് വിചാരിച്ചു ഞാൻ ചായ ഒന്നും കുടിക്കാൻ നിന്നിട്ടില്ലായിരുന്നു കേട്ടോ. രാവിലെ എന്നത്തെയും പോലെ വെള്ളപ്പാണ് ചുട്ടത്. പിന്നെ ഇന്നലത്തെ ചോറ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അതും ചൂടാക്കി കഴിച്ചു കേട്ടോ. അങ്ങനെ ചോറൊക്കെ കഴിച്ച് സ്ഥിരം കലാപരിപാടികൾ അപ്പൂസ് തുടങ്ങിയിട്ടുണ്ട്. സോഫൻ്റെ അടിയിൽ കൂടെ, ഊഞ്ഞാലിൽ കൂടെ, കോണിമ്മക്കൂടെ, അതൊക്കെ തന്നെ ഓൻ്റെ സമയമല്ലേ, നടക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഉണ്ടല്ലോ, ഈ കൊണ്ടുപോകുന്ന എന്താ അറിയോ? നിങ്ങൾ വിചാരിക്കും ഈ കൊണ്ടുപോകുന്നത് എനിക്കെന്തോ തരാൻ വേണ്ടിയാണെന്ന്. അല്ല, ഓൻ്റെ പാപ്പയ്ക്ക് വേണ്ടിയിട്ട് ഇന്നെ വലിച്ച് കൊണ്ടുപോവാണ്. ഫുഡൊക്കെ കഴിച്ചാലും ഇനിയിപ്പോൾ എത്ര വയറ് ഫുള്ളായാലും എത്ര കളിച്ചാലും ആൾക്ക് 5 മിനിറ്റ് കൂടുമ്പോൾ എന്നെ ഇങ്ങനെ കാണാം. എപ്പോഴും പാപ്പയ്ക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, പക്ഷേ എൻ്റെ പ്രസൻസ് ആൾക്ക് എപ്പോഴും വേണം. എന്നെ വലിച്ചു കൊണ്ടുപോവാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തറവാട്ടിൽ പോയിട്ട് പെട്ടിയൊക്കെ പൊളിക്കുന്ന തിരക്കായിരുന്നു. ഉമ്മ രാവിലെ തന്നെ വിളിച്ചു, കാരണം രാത്രി നമ്മൾ കുറേ വൈകിട്ടല്ലേ വന്നത്. അപ്പോൾ അത് പൊട്ടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് രാവിലെയാണ് നമ്മൾ പൊളിച്ചത്. എല്ലാവരും പോയിട്ട് എന്നത്തെയും പോലെ തന്നെ പൊളിച്ചിട്ടുണ്ടായിരുന്നു. കുറേ സാധനങ്ങൾ ഇപ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. സിനി വന്നപ്പോഴും കുറേ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. 1 മാസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും ഇപ്പോൾ വന്നപ്പോഴും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടം പോലെ ഉമ്മ തന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്കുള്ള കറി, ഇന്നലത്തെ മീൻ ബാക്കിയുള്ളത് ചൂടാക്കാമെന്ന് വിചാരിച്ചു. എനിക്കാണെങ്കിൽ എത്താൻ വൈകിയത്, അതായത് 4-4:30 ആയപ്പോഴാണ് നമ്മൾ വീട്ടിലെത്തിയത് എയർപോർട്ടിൽ നിന്ന്. അതുകൊണ്ട് തന്നെ ആ ഒരു ഉറക്കത്തിൻ്റെ എന്തോ ഒരു തലക്ക് പറ്റിയിട്ടുണ്ട്. ഒരു തരത്തിൽ എന്തോ ഒരു മന്ദപ്പ് എന്ന് വേണം പറയാൻ. ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞേ, ചോറൊന്നും അവിടെ ഉണ്ടാക്കണ്ട, നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ഇവിടുന്ന് കഴിക്കാം, പുറത്തുനിന്ന്, അതായത് നമ്മൾ മിയ ഉണ്ടല്ലോ, നിങ്ങൾക്ക് അറിയില്ലേ, നമ്മൾ പറഞ്ഞില്ലേ, അവിടുന്ന് കൊണ്ടുവരാൻ കഴിക്കാമെന്നൊക്കെ പറഞ്ഞതായിരുന്നു. ഞാൻ ഓക്കെ എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എണീറ്റ് അങ്ങോട്ട് നിൽക്കാൻ വയ്യ. എല്ലാവരും കൂടുമ്പോൾ ഞാൻ മാത്രം ഉണ്ടാതെ ചോറ് നിന്ന് ഇറങ്ങി പോരാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ഞാൻ അമ്മാനോട് പറഞ്ഞു, എനിക്ക് വേണ്ട, നിങ്ങൾ തിന്നോളിയും പറഞ്ഞു. പിന്നെ അതുമല്ല, ഇന്നലത്തെ ബാക്കി ഇവിടെ മന്തി ഉണ്ടായിരുന്നു. 2-3 ദിവസം അടുപ്പിച്ച് അതന്നെ ആയതുകൊണ്ട് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, അപ്പൂസിന് വയറിളകുമോ എന്നുള്ളത്. കാരണം പാല് കുടിക്കുമ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അത് കഴിക്കുമ്പോൾ ആ ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മ അത് പറഞ്ഞാൽ പറ്റൂല പറഞ്ഞിട്ട് മോനുവിൻ്റെ അടുത്ത് എനിക്കൊരു പാത്രത്തിൽ ചോറൊക്കെ കൊടുത്തയച്ചു കേട്ടോ. എന്നാണ്ടല്ലോ ഇതൊക്കെ വിളമ്പി, അതായത് അപ്പൂസിൻ്റെ വയറിളകണ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ തിന്നാതെ നിൽക്കണോ? അതില്ല, ഞാൻ നല്ലോണം തിന്നും ചെയ്തിരിക്കണം കേട്ടോ. പിന്നെ വേറൊരു സ്പെഷ്യാലിറ്റിയും കൂടെ ഉണ്ട്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു അൺബോക്സിങ് വീഡിയോ കണ്ടില്ല, ഒരു പെട്ടി പൊളിച്ചത്, അതിൻ്റെ കസിനില്ലായിരുന്നു, ഇവിടെ വന്നിനി പൊന്നു ഓള് കൊടുത്തയച്ച ഗിഫ്റ്റാണ് കേട്ടോ. വാച്ചും പെർഫ്യൂമും അതേപോലെ തന്നെ ഒരു ലെറ്ററൊക്കെ ഉണ്ടായിരുന്നു. പറഞ്ഞ് ആ ഒരു വീഡിയോ കാണിക്കുന്ന സമയത്ത് എനിക്കത് പറയാൻ പറ്റി. ഓൾ ഇങ്ങോട്ട് സൗദി എന്ന ബസ്സിനാണ് വന്നതെന്ന് ഞാൻ അന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. ആ ബസ്സിന് കൊടുത്തയച്ചതാട്ടോ. അതായത് ഓളെ നാട്ടിൽ നിന്നാണ് ആ ബസ് ഇതിൽ പോണത്. അപ്പോൾ ഇക്ക പോയിട്ട് അത് വാങ്ങിക്കൊണ്ടുവന്നൊക്കെയായിരുന്നു. അങ്ങനെ ഉച്ചക്കത്തെ കലാപരിപാടി കഴിഞ്ഞ് ഈവനിങ്ങത്തെ കലാപരിപാടി കഴിഞ്ഞിട്ട് ഇപ്പോൾ വൈകുന്നേരം ആവാൻ നേരത്ത് ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്കേ അയാളയിലൊക്കെ എല്ലാവർക്കും കൂടി ഒന്ന് പോയാലോ, നിങ്ങൾ പോരുന്നുണ്ടോ ചോദിച്ചു. അപ്പോൾ ആയിക്കോട്ടെ എന്നും പറഞ്ഞു. എല്ലാവരും കൂടെ പോകുമ്പോൾ അപ്പം തന്നെ അങ്ങോട്ട് ഇറങ്ങിയാൽ ആ കൂട്ടത്തിൽ കൂടെ പോകും.
ഇല്ലെങ്കിൽ പിന്നെ അത് അങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങാണ്ട് എന്നും ഇറങ്ങാൻ കൂടൂല. അതുകൊണ്ട് തന്നെ അമ്മ വിളിച്ചങ്ങാണ്ട് ഒരു 6 മണി 5 മണി ആ ഒരു ടൈമിൽ പോവാമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു അപ്പോൾ പോയാൽ നമ്മളവിടെ എത്തുക നിസ്കാരത്തിൻ്റെ ഒക്കെ സമയത്തേക്കാരം, ആ മഗ്‌രിബിൻ്റെ സമയം അതൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് പോവാമെന്ന് പറഞ്ഞങ്ങാണ്ട് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞേക്ക് പോവാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിസ്കാരമൊക്കെ കഴിഞ്ഞ ഉടനെ തന്നെ ആ ഒരു ടൈമിൽ തന്നെ നമ്മളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മയൊക്കെ അവിടെ മാറ്റുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ തന്നെ അപ്പൂസിനെയും കൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. ഇക്ക് അപ്പൂസും അതിൻ്റെ മൽപ്പിടുത്തത്തിലാണ്, അതായത് അവന് റെഡി ആയില്ല, അപ്പോൾ പോവാൻ തിരക്കൂട്ടാണ്. ഞാൻ ചെന്നപ്പോൾ എല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെല്ലാവരും പോവാം, 2 വണ്ടിക്കായിട്ടാണ് പോണത് കേട്ടോ. മുന്നിൽ ഉമ്മിയോരൊക്കെ ഒരു വണ്ടിയിലും ബാക്കിൽ ഞാനും താത്തി എല്ലാവരും കൂടെ ഒരു വണ്ടിയിലൊക്കെയാണ്. പിന്നെ നമ്മൾ ചെല്ലുന്നിടത്ത് കുറേ വയസ്സായ ആളുകളാണ്, അമ്മായിക്കൊക്കെ അത്യാവശ്യം പ്രായമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഒന്നും പോയിട്ട് നമുക്ക് വീഡിയോ എടുക്കലോ ഇതൊന്നും പറ്റൂല. പിന്നെ രാത്രി സമയം കുറച്ച് വൈകിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുള്ളത് 12 മണിയൊക്കെ ആയപ്പോഴാട്ടോ. അതാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ വീഡിയോ 12 to 12 24 hours ആണെന്നുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ കൂടുതൽ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം.